10th സ്റ്റാൻഡേർഡ് 6th ചാപ്റ്റർ മാറുന്ന ഭൂമി. എന്താണ് ഭൗമചലനങ്ങൾ? ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് നിദാനമായ ചലനങ്ങളെ ഭൗമചലനങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൗമചലനങ്ങളെ അന്തർജന്യ ചലനങ്ങൾ, ബാഹ്യജന്യ ചലനങ്ങൾ എന്നിങ്ങനെ രണ്ടാക്കി. ഭൂമിയുടെ അന്തർഭാഗത്ത് വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് അന്തർജന്യ ചലനങ്ങൾ. അന്തർജന്യ ചലനങ്ങൾക്ക് കാരണമായ ബലങ്ങൾ: ഭൂമിക്കുള്ളിലെ അണുപ്രസരണം, ആദിമതാപം, ഭൂമിയുടെ ഭ്രമണം, ഭൗമതാപ വ്യതിയാനം, സംവഹന പ്രവാഹം തുടങ്ങിയവയാണ്. ബാഹ്യജന്യ ചലനങ്ങൾ എന്നാൽ ഭൗമോപരിതലത്തിൽ വ്യത്യസ്ത തീവ്രതയിൽ പ്രവർത്തിക്കുന്ന പ്രക്രിയകളാണ് ബാഹ്യജന്യ ചലനങ്ങൾ. ബാഹ്യജന്യ ചലനങ്ങൾക്ക് കാരണമായ ബലങ്ങളാണ് ഭൂപ്രദേശങ്ങളുടെ ചരിവ്, ഭൂഗുരുത്വാകർഷണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിന്മേൽ ചെലുത്തുന്ന സമ്മർദ്ദം, താപവ്യതിയാനം മറ്റും മൂലം തന്മാത്രകളിലുള്ള സമ്മർദ്ദം, ഒഴുകുന്ന ജലം, ഹിമാനികൾ, കാറ്റ്, ഭൂഗർഭജലം, തിരമാല, വിവിധ രാസപ്രവർത്തനങ്ങൾ തുടങ്ങിയവ ബാഹ്യജന്യ പ്രക്രിയകൾക്ക് കാരണമാണ്. എന്താണ് സംവഹന പ്രവാഹങ്ങൾ? ഭൂമിയുടെ ഉള്ളിലേക്കു പോകുന്തോറും താപം വർദ്ധിച്ചു വരുന്നു. അണുവികിരണ ശേഷിയുള്ള മൂലകങ്ങളുടെ സാന്നിധ്യം ഭൂമിയുടെ മാന്റിലിൽ താപവ്യതിയാനം ഉണ്ടാക്കുന്നു. ഈ താപവ്യതിയാനം മൂലം മാഗ്മ തിളച്ച് ഭൂവൽക്കഭാഗത്തേക്ക് ഉയരുന്നു. ഭൂവൽക്കഭാഗത്തോട് അടുക്കുന്ന മാഗ്മ തണുക്കുകയും താഴുകയും ചെയ്യുന്നു. വീണ്ടും മാഗ്മ ചൂടായി ഭൂവൽക്കഭാഗത്തേക്ക് ഉയരുന്നു. മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രികമായി ചലിക്കുന്ന പ്രക്രിയയാണ് സംവഹന പ്രവാഹം. മാന്റിലിൽ താപവ്യതിയാനം മൂലം മാഗ്മ ചാക്രികമായി ചലിക്കുന്ന പ്രക്രിയയാണ് സംവഹന പ്രവാഹം. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.